എക്സ്പ്ലോർ കുക്ക് ആൻഡ് ടേസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുട്ടികൾക്കൊക്കെ ബോർഡ് എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സാം എഴുതുന്ന എല്ലാ കുട്ടികൾക്കും നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന വിഭവം എന്താണെന്ന് എല്ലാവർക്കും അറിയണ്ടേ? ഇന്ന് നമ്മളൊരു ചമ്മന്തിയാണ് തയ്യാറാക്കുന്നത്. തേങ്ങയൊന്നും ഉപയോഗിക്കാതെ പപ്പടം ഉപയോഗിച്ചിട്ടുള്ള ഒരു ചട്നി. ഇത് ചൂട് ചോറിനും അതേപോലെ ചൂട് കഞ്ഞിയുടെ ഒപ്പം കഴിക്കാൻ വളരെ നല്ലൊരു വിഭവമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം ചെയ്യേണ്ടത് നമ്മളൊരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് മാത്രം എണ്ണ ഒഴിച്ചാൽ മതി, ഒരുപാട് വേണ്ട. ഈ എണ്ണ ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു 12 കുഞ്ഞുള്ളിയോളം എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് അരിയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിത് ചെറുതായിട്ടൊന്ന് രണ്ടായിട്ട് മാത്രം ഒന്ന് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ അടുത്ത ചേർക്കേണ്ടത് വറ്റൽമുളകാണ്. ഞാനിവിടെ 3 വറ്റൽമുളകാണ് ചേർത്തിരിക്കുന്നത്. എരിവ് അനുസരിച്ച് നമുക്കിത് കൂട്ടിയും കുറച്ചുമൊക്കെ കൊടുക്കാവുന്നതാണ്. ഇവിടെ എരിവ് അധികം വേണ്ട, അതുകൊണ്ടാണ് ഞാൻ 3 എണ്ണം എടുത്തിരിക്കുന്നത്. നല്ല സ്പൈസി ആയിട്ട് വേണമെങ്കിൽ മുളകിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കണം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഞാനൊന്ന് ചെറുതായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് പുളിയാണ്, അതും ചെറിയൊരു കഷ്ണം മാത്രം. പിന്നെ അതേപോലെ കുറച്ച് കറിവേപ്പില. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം പാകത്തിന് വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് തീ ഓഫ് ചെയ്തിട്ടൊന്ന് തണുക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ ഇത് തണുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഉപ്പിടണ്ട, കാരണം പപ്പടത്തിന് ഉപ്പുണ്ട്, അതുകൊണ്ട് ഒരുപാട് ഇടേണ്ട ആവശ്യമില്ല. ആദ്യം നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പപ്പടം പൊള്ളിച്ചതാണ്. ഞാൻ ഈ പപ്പടം ഒന്ന് പൊള്ളിച്ചതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. ഇപ്പോൾ പപ്പടം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതുകൂടെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിനെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാൻ പോവാം. ചൂട് കഞ്ഞിയുടെ അതേപോലെ തന്നെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണിത്. അപ്പോൾ എല്ലാവരും എപ്പോഴും പപ്പടം പൊള്ളിച്ചല്ലേ കഴിക്കാറുള്ളത്. വെറൈറ്റി ആയിട്ട് എല്ലാവരും ഈ ചട്നി ഒന്ന് തയ്യാറാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം.